ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. ഇപ്പൊ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. നല്ല രീതിയിൽ സ്ട്രാറ്റജിയൊക്കെ ഫോം ചെയ്ത് കൃത്യമായിട്ടുള്ള സ്മാർട്ട് വർക്കോട് കൂടി പഠിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. UGC നെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്നത് JRFലേക്കൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഓരോ ഏരിയകളും പഠിച്ച് അതിൻ്റെ MCQസും വർക്കൗട്ട് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും ഒക്കെ വർക്കൗട്ട് ചെയ്ത് കീ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് പഠിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അസേർഷൻ റീസൺ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് UGC നെറ്റ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയും ആ ഏരിയ പഠിച്ച് തീർത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകളുമാണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഏരിയ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം പ്രൈസിംഗ് എന്താണെന്ന്. പ്രൈസിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ വാല്യൂ ദാറ്റ് എ കമ്പനി വിൽ റിസീവ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഇറ്റ്സ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. എന്താണ് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, pricing refers to the process of determining the value of the companies will receive in the exchange of products and services. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസസ് ഒരു കമ്പനി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുന്ന വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഓർത്ത് വെക്കുക, പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. ഇത് എന്താണ്? ഡിറ്റർമിനിങ് ദ വാല്യൂ ഓഫ് എ കമ്പനി വിൽ റിസീവ്. ആ കമ്പനി എത്രത്തോളം വാല്യൂ ആണോ റിസീവ് ചെയ്യുന്നത്, അവരൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി റിസീവ് ചെയ്യുന്ന വാല്യൂ എത്രയാണോ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ദി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി അഫക്ട്സ് ദ കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് മാർക്കറ്റ് പൊസിഷനിങ്. അപ്പൊ ഇതെന്താണ് ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെയും കമ്പനിയുടെ മാർക്കറ്റ് പൊസിഷനെയും അല്ലെങ്കിൽ മാർക്കറ്റിലെ ആ ഒരു റെപ്യൂട്ടേഷനെ ഒക്കെ വളരെയധികം ബാധിക്കുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഏതെന്ന് പറയുന്ന പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു സർവീസസിന്റെ പ്രൈസ് ഒരു കമ്പനി നിശ്ചയിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. പ്രത്യേകം രീതിയിലുള്ള സ്ട്രാറ്റജികളൊക്കെ ഫോം ചെയ്ത് വേണം പ്രൈസിംഗ് നിശ്ചയിക്കാനായിട്ട്. അപ്പോൾ ഓർത്തു വെക്കുക, പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കൃത്യമായി മനസ്സിലാക്കണം. പ്രൈസിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് determining the value that a company will receive in exchange for its products or services. It is a critical component of the marketing strategy as it directly affects the company's പ്രോഫിറ്റബിലിറ്റി ആൻഡ് മാർക്കറ്റ് പൊസിഷനിങ്. കമ്പനിയുടെ മാർക്കറ്റ് പൊസിഷനിങ്ങിനും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എല്ലാം ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് പ്രൈസിംഗ് എന്ന് പറയുന്നത്. പ്രൈസിംഗ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. ഓർത്ത് വെച്ചോണം, പ്രൈസിംഗ് ഡിസിഷൻ അല്ലെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ അല്ലെ സർവീസസിന്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. എന്തൊക്കെയാണ്? ഇൻക്ലൂഡിംഗ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യാറുണ്ട്, കോമ്പറ്റീഷനെ കൺസിഡർ ചെയ്യാറുണ്ട്, കസ്റ്റമറുടെ ഡിമാൻഡിനെ കൺസിഡർ ചെയ്യാറുണ്ട്, ഓവറോൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷനെ കൺസിഡർ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വരികയാണ്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, അതിന് പ്രൈസ് തീരുമാനിക്കുന്ന സമയത്ത് അവർ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും? ആ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാലുള്ള ആ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് അവർ കൺസിഡർ ചെയ്യും. ആ കോമ്പറ്റീറ്റേഴ്സ് നിശ്ചയിക്കുന്ന പ്രൈസ് എത്രയാണ് എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും എന്ത് തീരുമാനിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെ സർവീസസിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണല്ലോ?
ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ടൈപ്സ് ഓഫ് പ്രൈസിങ്. ടൈപ്സ് ഓഫ് പ്രൈസിംഗിലെ ഫസ്റ്റ് വൺ ആണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. ഒരുപാട് ടൈപ്സ് ഉണ്ട്. നമ്മൾ ഒരു 4-5 ടൈപ്സ് ഓഫ് പ്രൈസിംഗ് ആണ് പഠിക്കുന്നത്. നമ്മുടെ ആപ്പിന്റെ അകത്ത് എല്ലാ പ്രൈസിംഗ് സ്ട്രാറ്റജീസും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രൈസിങ്ങും എല്ലാ തരത്തിലുള്ള പ്രൈസിംഗ് മോഡൽസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും ആപ്പിലുണ്ട്. കൃത്യമായിട്ട് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് പ്രൈസിംഗ് ആണ്. ടൈപ്സ് ഓഫ് പ്രൈസിംഗിലെ ആദ്യത്തേതാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗിലെ ഫസ്റ്റ് വൺ ആണ് ഏതെന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ആഡിങ് എ ഫിക്സഡ് പെർസെന്റേജ് മാർക്കപ്പ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദ പ്രൊഡക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ്, കുറച്ചൊരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം കോസ്റ്റ് ആയ ആ കോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇൻവോൾവ്സ് ആഡിങ് എ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് മാർക്കപ്പ് ടു ദ കോസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ടു ദ പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 50 രൂപയായി, ടു പ്രൊഡ്യൂസ് ആൻഡ് ദ കമ്പനി വാണ്ട്സ് ടു 20% പ്രോഫിറ്റ് മാർജിൻ. കമ്പനിക്ക് എന്ത് വേണം, ഒരു 20% കൂടി പ്രോഫിറ്റ് മാർജിൻ വേണം. ദ പ്രൈസ് വുഡ് ബി എത്രയായിരിക്കും, 60 ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക. എന്താണ് കോസ്റ്റ് എത്രയായോ ആണോ ആയേക്കുന്നത്. കോസ്റ്റ് ഇപ്പൊ 60 രൂപയാണെങ്കിൽ പ്ലസ് എത്രയാണ്, അവർക്ക് ഒരു പ്രോഫിറ്റ് 10 രൂപയും കൂടി വേണമെങ്കിൽ അതിന്റെ പ്രൈസ് എത്രയായിരിക്കും അവർ തീരുമാനിക്കുന്നത്, 70 ആയിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രൈസിംഗ് ആണ് ഏതെന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ഒന്ന് ഓർത്ത് വെക്കുക, കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗിന്റെ അകത്ത് വരുന്നതാണ്. അടുത്തതാണ് ബ്രേക്ക് ഇവൻ പ്രൈസിംഗ്. ബ്രേക്ക് ഇവൻ പ്രൈസിംഗ്. ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രേക്ക് ഇവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോ പ്രോഫിറ്റ് അല്ലെ, നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലെ, നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ദ പ്രൈസ് അറ്റ് ലെവൽ വേർ ദ കമ്പനീസ് കവേഴ്സ് ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് വിത്തൗട്ട് മേക്കിംഗ് എ പ്രോഫിറ്റ്. ഇവിടെ എന്താണ്, അവരുടെ കോസ്റ്റ് കവർ ചെയ്യാൻ മാത്രമേ കമ്പനി നോക്കുന്നുള്ളൂ, എന്ത് നോക്കുന്നില്ല, ഒരു പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നില്ല. അപ്പൊ ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 100 രൂപ ആയി എന്ന് വിചാരിക്കുക. ആ കമ്പനി ആ ഒരു പ്രൊഡക്റ്റ് വിറ്റേക്കുന്ന എത്ര രൂപയ്ക്ക് തന്നെയാണ്, 100 രൂപയ്ക്ക് തന്നെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇവർക്ക് ഇവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് ആയിരിക്കും. പ്രോഫിറ്റും ഉണ്ടായിരിക്കില്ല, ലോസും ഉണ്ടായിരിക്കത്തില്ല. ഇവരെന്താണ്, ഇവരുടെ കോസ്റ്റ് കവർ ചെയ്യാൻ മാത്രമാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ മിനിമം പ്രൈസ് നീഡഡ് ടു അവോയ്ഡ് ദ ലോസ്. ഇവരെന്താണ്, മിനിമം പ്രൈസ് ആയിരിക്കും, പക്ഷെ ഇവിടെ എന്താണ്, ലോസ് അവോയ്ഡ് ചെയ്യും. ലോസ് ഉണ്ടാകാൻ സാധ്യത ഇല്ലായിരിക്കും, പക്ഷെ ഇവർക്ക് എന്ത് കിട്ടുന്നില്ല, പ്രോഫിറ്റും കിട്ടുന്നില്ല. അത്തരത്തിലുള്ള പ്രൈസിംഗ് ആണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ടൈപ്സ് ഓഫ് പ്രൈസിംഗ് ആണ് എന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ്. വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിലെ ഫസ്റ്റ് വൺ ആണ് എന്ന് പറയുന്നത് പ്രീസീവ്ഡ് വാല്യൂ പെർസീവ്ഡ് വാല്യൂ പ്രൈസിംഗ്. പെർസീവ്ഡ് വാല്യൂ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രൈസ് ഈസ് സെറ്റ് ബേസ്ഡ് ഓൺ ദ പെർസീവ്ഡ് വാല്യൂസ് ഓഫ് ദ കസ്റ്റമേഴ്സ് റാദർ ദാൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ്. ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സ് എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സ് എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ നീഡ് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് തീരുമാനിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് പെർസീവ്ഡ് വാല്യൂ പ്രൈസിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമർ ഈസ് ദ കിങ്. കസ്റ്റമറിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൈസിംഗ് തീരുമാനിക്കുന്നത്. ദ പ്രൈസ് ഈസ് സെറ്റ് ബേസ്ഡ് ഓൺ ദ പെർസീവ്ഡ് വാല്യൂ ടു ദ കസ്റ്റമേഴ്സ് റാദർ ദാൻ ദ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് അല്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് എത്രത്തോളം ആ പ്രൊഡക്റ്റിനെ ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെ കസ്റ്റമേഴ്സ് എത്രത്തോളം ആ പ്രൊഡക്റ്റിനെ വാല്യൂ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തതാണ്. This approach requires a deep understanding of what the customers value in the product. അപ്പൊ ഈ ഒരു പ്രൈസിംഗിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് ആ കമ്പനിക്ക് അറിയാം എത്രത്തോളം ഈ ഒരു പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സ് വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അത്തരത്തിലുള്ള പ്രൈസിംഗ് ആണ് ഏതെന്ന് പറയുന്നത് പെർസീവ്ഡ് വാല്യൂ പ്രൈസിംഗ് എന്ന് പറയുന്നത്. പെർസീവ്ഡ് വാല്യൂ പ്രൈസിംഗ് അത് ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്, വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിൽ വരുന്നതാണ്. അതിൽ തന്നെ രണ്ടാമത്തതാണ് ഏതെന്ന് പറയുന്നത് പ്രീമിയം പ്രൈസിംഗ്. പ്രീമിയം പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ഓൾസോ നോൺ ആസ് പ്രസ്റ്റീജ് പ്രൈസിംഗ്. പ്രീമിയം പ്രൈസിംഗിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രസ്റ്റീജ് പ്രൈസിംഗ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദിസ് സ്ട്രാറ്റജി സെറ്റ് എ ഹൈ പ്രൈസ് ടു റിഫ്ലെക്ട് ദ എക്സ്ക്ലൂസിവിറ്റി ലക്ഷറി ഓർ സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് ഹൈ ആയിട്ടുള്ള ഒരു പ്രൈസ് എന്ത് ചെയ്യാണ്, തീരുമാനിക്കുകയാണ്. എന്നിട്ട് എന്താണ് അത് മറ്റുള്ളവരുടെ കണ്ണിൽ എന്ത് ജനറേറ്റ് ചെയ്യിക്കുകയാണ്, ഇത് ഭയങ്കര അധികം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ സുപ്രീം ആയിട്ടുള്ള ക്വാളിറ്റി ഇതിനുണ്ട്, ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്നൊരു ധാരണ മറ്റുള്ളവരിൽ ചലിപ്പിച്ച് എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രൊഡക്റ്റിനെ ഇത് പ്രൊഡക്റ്റ് പ്രീമിയം ആണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം. അത്തരത്തിലുള്ള പ്രൈസിംഗ് ആണ് ഏതെന്ന് പറയുന്നത് പ്രീമിയം പ്രൈസിംഗ് എന്ന്
പറയുന്നത്. ഇറ്റ്സ് ഓഫൺ യൂസ്ഡ് ടു ലക്ഷൂറിയസ് ബ്രാൻഡ്. ഇത് പ്രധാനമായിട്ടും എന്താണ്, ലക്ഷൂറിയസ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെയാണ് ഏത് തരത്തിലുള്ള പ്രൈസിങ് യൂസ് ചെയ്യുന്നത്, ഈ പ്രീമിയം പ്രൈസിംഗ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രൈസിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിൽ വരുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, പ്രീമിയം പ്രൈസിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ്. നമ്മൾ അറിയാം അല്ലെ, നമുക്ക് എന്താണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഏതെന്ന് പറയുന്നത് പെനട്രേഷൻ പ്രൈസിംഗ്. പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഒക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവർ ആദ്യം എന്ത് ചെയ്യും, ലോവർ ആയിട്ടുള്ള ഒരു പ്രൈസ് തീരുമാനിക്കും. എന്നിട്ട് എന്താണ് മാർക്കറ്റിലുള്ള ആളുകളെല്ലാം അത് അട്രാക്ട് ചെയ്ത് വാങ്ങിച്ച്, അല്ലെങ്കിൽ അവരെല്ലാം ഈ ഇതിന്റെ ഒരു കസ്റ്റമേഴ്സ് ആയതിനു ശേഷം പതിയെ എന്ത് ചെയ്യും, പ്രൈസ് കൂട്ടും. നമ്മുടെ ജിയോ സിം ഇറങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു, പ്രൈസ് വളരെ കുറവല്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ആൾക്കാരെല്ലാവരും ആ സിം വാങ്ങിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് ആ ഒരു വിലക്ക് ആ സിം കിട്ടുമോ, ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രാറ്റജിയാണ്. അതായത് ആദ്യം വില കുറച്ചിട്ട് പിന്നെ പയ്യെ എന്ത് ചെയ്യും, വില കൂട്ടുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെറ്റിംഗ് എ ലോ പ്രൈസ് ടു എൻ്റർ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലേക്ക്, ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലോ പ്രൈസ് തീരുമാനിക്കുകയും കസ്റ്റമേഴ്സിനെ വളരെ ക്വിക്കായിട്ട് അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ദ എയിം ഈസ് ടു ഗെയിൻ ദ മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയർ നല്ല രീതിയിൽ റാപ്പിഡായിട്ട് ഗെയിൻ ചെയ്തതിന് ശേഷം വിത്ത് ദ പ്ലാൻസ് ടു ഇൻക്രീസ് ദ പ്രൈസ് ലേറ്റർ. പയ്യെ എന്ത് ചെയ്യും, ആ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അത്തരത്തിലുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് ഏതെന്ന് പറയുന്നത് പെനട്രേഷൻ പ്രൈസിംഗ് സ്ട്രാറ്റജി. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് പെനട്രേഷനിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം. അടുത്തതാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗിന്റെ അകത്ത് വരുന്ന അടുത്ത പ്രൈസിംഗ് ആണ് ഏതെന്ന് പറയുന്നത് സ്കിമ്മിംഗ് പ്രൈസിംഗ്. സ്കിമ്മിംഗ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റിംഗ് എ ഹൈ ഇനീഷ്യൽ പ്രൈസ് ദെൻ ഗ്രാജുവലി ലോവറിങ് ഇറ്റ്. ആദ്യം എന്താണ്, ആ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതൊരു സുപ്രീം ആയിട്ടുള്ള, ഇത് വളരെയധികം ക്വാളിറ്റി ഉള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് കാണിക്കാനായിട്ട് ഹൈ പ്രൈസ് ചാർജ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഹൈ പ്രൈസിലുള്ള അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഇത് അട്രാക്ട് ചെയ്യിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പയ്യെ ഇത് എന്ത് ചെയ്യും, കുറച്ച് സാധാരണക്കാർക്കും വാങ്ങാവുന്ന രീതിയിലേക്ക് ആ സാധനത്തിന്റെ പ്രൈസ് എത്തിക്കും. അപ്പൊ ഓർത്തു വെക്കുക, സ്കിമ്മിംഗ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ എന്ത് ചെയ്യണം, ഹൈ ആയിട്ടുള്ള ഇനീഷ്യൽ പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ഗ്രാജുവലി അത് എന്ത് ചെയ്യും, കുറച്ച് വരും. This often used for new innovative products whereby early adopters to willing to pay a premium. അതായത് എന്താണ്, ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ എന്താണ്, നല്ല രീതിയിൽ പ്രീമിയം പ്രൊഡക്റ്റ് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രീമിയം ആണ്, ഈ ഒരു പ്രൊഡക്റ്റ് യുണീക്ക് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒന്നാണ് എന്നൊക്കെ മനസ്സിലായിക്കൊണ്ട് ഹൈ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ എന്ത് ചെയ്യും, ഒരുപാട് ആളുകൾ വില്ലിങ്സ് ടു പ്രീമിയം എമൗണ്ടിൽ വാങ്ങിക്കാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ എല്ലാം എന്ത് ചെയ്യും, ഇത് വാങ്ങിക്കും. എന്നിട്ട് പതിയെ ഇതിനെ എന്ത് ചെയ്യും, വില കുറച്ച് കൊണ്ടുവരും. അപ്പൊ എന്നിട്ട് സാധാരണക്കാർക്കും എല്ലാം വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തും. അത്തരത്തിലുള്ള എന്താണ് ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് സ്കിമ്മിംഗ് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഒരുപാട് രീതിയിലുള്ള പ്രൈസിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ആദ്യത്തെ നമ്മൾ ടൈപ്സ് ഓഫ് പ്രൈസിംഗിന്റെ അകത്ത് ആദ്യത്തെ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പറഞ്ഞു 2 എണ്ണം, അതിനുശേഷം വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് 2 എണ്ണം പറഞ്ഞു, അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് 2 എണ്ണം പറഞ്ഞു. ഇനി അടുത്തതാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗിന്റെ അകത്ത് തന്നെ വരുന്ന ഒന്നുകൂടി ഉണ്ട്. ഏതാണ്, കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ്. കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് എ പ്രൈസ് ബേസ്ഡ് ഓൺ ദ കോമ്പറ്റീറ്റേഴ്സ് ആർ ചാർജ്ഡ്. അതായത് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗിന്റെ അകത്ത് മൂന്നാമത്തതാണ് ഏതെന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെത്രയാണോ പ്രൈസിംഗ് തീരുമാനിച്ചിരിക്കുന്നത് ആ പ്രൈസിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൈസ് തീരുമാനിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള സ്ട്രാറ്റജിയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്, അതായത് ആൻഡ്രോയിഡ് മൊബൈൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ആ കമ്പനി അതേ രീതിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന മറ്റൊരു കമ്പനി എത്രയാണോ അതേ ഫീച്ചേഴ്സ് ഉള്ള ഫോണിന് ചാർജ് ചെയ്യുന്ന എത്രയാണോ അതേ ചാർജ് തന്നെ ഞാനും അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് ആണ്. സെറ്റിംഗ് എ പ്രൈസ് ബേസ്ഡ് ഓൺ വാട്ട് ദ കോമ്പറ്റീറ്റേഴ്സ് ആർ ചാർജിങ്. ദിസ് സ്ട്രാറ്റജി ഈസ് എ കോമൺ ഇൻ മാർക്കറ്റ് വിത്ത് ലിറ്റിൽ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ദ പ്രൊഡക്റ്റ്. അപ്പൊ എന്താണ്, ഇത് കോമൺ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജി ആണ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് സ്ട്രാറ്റജി. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ ഒരേ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾക്ക് ചാർജ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആ മറ്റു കമ്പനികളും ചാർജ് ചെയ്യുന്നത്. ആ ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സൈക്കോളജിക്കൽ പ്രൈസിംഗ് സ്ട്രാറ്റജി. സൈക്കോളജിക്കൽ പ്രൈസിംഗ് സ്ട്രാറ്റജിയിലെ ഫസ്റ്റ് വൺ ആണ് എന്ന് പറയുന്നത് ചാം പ്രൈസിംഗ്. ചാം പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് എ പ്രൈസ്
at the end in odd numbers. അതായത് TAM pricing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? TAM pricing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈസ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓഡ് നമ്പേഴ്സിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. സച്ച് ആസ് 99.99, അതായത് അല്ലെങ്കിൽ എന്താണ് 9.99 അല്ലെങ്കിൽ 999 ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താണ് പ്രൈസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ട് അട്രാക്ട് ചെയ്യിക്കാനായിട്ട് ഓഡ് നമ്പേഴ്സിൽ എന്ത് ചെയ്യുന്ന എൻഡ് ചെയ്യുന്ന പ്രൈസിങ് തീരുമാനിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് TAM pricing എന്ന് പറയുന്നത്. ടു മേക്ക് ദ പ്രൈസ് സീംസ് ടു ലോവർ ദാൻ ആക്ച്വലി ഇസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപ വിലയുള്ള ഒരു സാധനമാണ്, അത് കൊടുക്കുന്നത് എത്രയാണ്? 199. അല്ലെങ്കിൽ 1000 രൂപ വിലയുള്ള ഒന്നിന്റെ പ്രൈസ് എത്രയാണ്? 999 എന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോഴത്തേക്കിന് ആൾക്കാർ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്ത് അത്തരത്തിലുള്ള ഇതെന്ത് ചെയ്യും? വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? TAM pricing എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ഓഡ് നമ്പേഴ്സിൽ വരുന്നു കേട്ടോ, ഓഡ് നമ്പേഴ്സിൽ. ഇനി അടുത്തതാണ് എന്ന് പറയുന്നത് ബണ്ടിൽ പ്രൈസിങ്. ബണ്ടിൽ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഓഫറിംഗ് എ സെവറൽ പ്രൊഡക്ട്സ് ഫോർ എ സിംഗിൾ പ്രൈസ്. ഒരൊറ്റ പ്രൈസിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുക? കൊടുക്കുകയാണ്. ഇപ്പൊ എന്താണ് 99 രൂപയ്ക്ക് മൂന്ന് ബോട്ടിൽ ഇപ്പൊ മിറാണ്ട അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു പർട്ടിക്കുലർ നമ്പറിൽ എന്താണ് ബൾക്ക് ആയിട്ട് കൊടുക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബണ്ടിൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓഫറിംഗ് എ സെവറൽ പ്രൊഡക്റ്റ് ഫോർ സിംഗിൾ പ്രൈസ് ഓഫ്റ്റൻ ലോവർ ദാൻ ദ സം ഓഫ് ദി ഇൻഡിവിജ്വൽ പ്രൈസ്. അതിന്റെ ഇൻഡിവിജ്വൽ പ്രൈസ് 3 ഇപ്പം 3 നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഒരു സോപ്പും ഒരു ഡിറ്റന്റ് ഒരു എന്താണ് സോപ്പും സോപ്പ് പൊടിയും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ലോഷനും എല്ലാം കൂടി ഒന്നായിട്ട് കെട്ടിയിട്ട് ഒരു പ്രൈസ്. അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിന്റെ പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവർ ഇട്ടിരിക്കുന്ന പ്രൈസിനെക്കാളും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരു ബണ്ടിലായിട്ട് എന്ത് ചെയ്യാണ്? കൊടുക്കുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത്? ബണ്ടിൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ദിസ് ക്യാൻ എൻകറേജ് ദ കസ്റ്റമേഴ്സ് ടു പർച്ചേസ് മോർ ദാൻ ദ അതായത് എന്താണ്? കസ്റ്റമേഴ്സ് എന്താണ് കൂടുതലായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇത്തരത്തിൽ ബണ്ടിലായിട്ട് കൊടുക്കുമ്പോഴത്തേന് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈസിംഗ് ആണ്. ഇനിയുണ്ട് ഒരുപാട് ടൈപ്സ് ഓഫ് പ്രൈസിംഗ് ഉണ്ട്, എല്ലാം ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൃത്യമായിട്ടുള്ള MCQs വർക്ക്ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മളുടെ CCയിലെ ക്ലാസ്സുകളെല്ലാം അങ്ങനെയാണ് പോകുന്നത്. കൃത്യമായി ഒരു ഏരിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ MCQസും എക്സാമുകളും എല്ലാം ഇട്ട് കൃത്യമായി തന്നെയാണ് പോകുന്നത്. അപ്പൊ CCയുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ടായി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി സിലബസ് ഒക്കെ മുന്നിൽ കണ്ട് A to Z കാര്യങ്ങൾ പഠിപ്പിച്ചാണ് പോകുന്നത്. മോക്ക് ടെസ്റ്റുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈ UGC നെറ്റ് എന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നേടിയെടുക്കാൻ തന്നെ സാധിക്കും നമ്മളുടെ ക്ലാസ്സുകളിലൂടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? വളരെ പെട്ടെന്ന് തന്നെ അതായത് നാളെ എന്ന് മാറരുത്. ഉടൻ തന്നെ എന്ത് ചെയ്യുക? കോഴ്സിൽ ജോയിൻ ചെയ്യുകയും പഠിച്ച് തുടങ്ങുകയും ചെയ്യണം. അപ്പൊ നമ്മളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 90 ഡേയ്സിന്റെ ബാച്ചാണ്. 90 ഡേയ്സിലെ സ്മാർട്ട് വർക്കിലൂടെ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചോണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച ഏരിയയുടെ ക്വസ്റ്റ്യനുകൾ കണ്ടാലോ? നമ്മുടെ നമ്പർ താഴെ ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുക? നമ്മളുടെ നമ്പറിൽ ബന്ധപ്പെടുക. A to Z കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള പാറ്റേണിൽ വരാറുള്ളതാണ്. പ്രൈസിംഗ് റിലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്ലസ് പ്രൈസിംഗിന്റെ അകത്ത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ഇൻവോൾവ്സ് ദ ആഡിംഗ് മാർക്കപ്പ് ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് എ പ്രൊഡക്റ്റ്. അല്ലെ, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തിനും കൂടിയാണ് അതിന്റെ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ ഒരു മാർക്കപ്പും കൂടി ആഡ് ചെയ്താണ് ഏതിൽ വരുന്നത്? കോസ്റ്റ് പ്ലസ് പ്രൈസിംഗിൽ വരുന്നത് എന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? എ വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ്, ദ പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്ലസ് ദ ഡിസൈഡ് പ്രോഫിറ്റ് മാർജിൻ. അതായത് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിന്റെ അകത്ത് എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്യുകയാണ്? ഡിസൈഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് മാർജിനും കൂടി ആഡ് ചെയ്താണെന്നാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗിന്റെ കാര്യവും ഒന്ന് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിന്റെ കാര്യം. അപ്പൊ രണ്ട് പ്രൈസിംഗിനെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഏതാണ് ഓപ്ഷൻ? രണ്ടും ശരിയാണോ? only 1 is correct. only 1 മാത്രമാണോ കറക്റ്റ്? only 2 is correct. only 2 മാത്രമാണോ കറക്റ്റ്? both the 1 and 2 ആണ് കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണോ? അതോ both the 1 and 2 are incorrect? ഏതാണ്?
കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ഏത് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ കറക്റ്റ് ആകുന്നുള്ളൂ അല്ലേ? അതായത് എന്താണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് 1ന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിന് കൂടെ എന്തുകൂടി ആഡ് ആകും? മാർക്കപ്പും കൂടി ആഡ് ആകും. എന്നാൽ എന്താണ് നമ്മളുടെ വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഈസ് ബേസ്ഡ് ഓൺ ദ റീസീവ്ഡ് വാല്യൂസ് ഓഫ് ദി കസ്റ്റമേഴ്സിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടല്ല. നമ്മളുടെ കോസ്റ്റിന്റെ കൂടെ മാർക്കപ്പും കൂടി ആഡ് ആകുകയല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കിന് നോക്കുക. അസേർഷൻ ആയിട്ട് തന്നേക്കാണ് പെനട്രേഷൻ പ്രൈസിംഗ് ഇൻവോൾവ്സ് സെറ്റിംഗ് എ ഹൈ ഇനീഷ്യൽ പ്രൈസ് to minimize the short-term profit followed by the gradual reduction in price. Penetration pricing involves setting a high price. Initial ആയിട്ട് ഹൈ പ്രൈസ് സെറ്റ് ചെയ്യുന്ന ഒന്നാണ് പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. പെനട്രേഷൻ പ്രൈസിംഗ് ആദ്യം എന്താണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഹൈ പ്രൈസിംഗ് ആണോ വെക്കുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് അന്നേരം തന്നെ കിട്ടും. ഇനി അടുത്ത നോക്കിയാൽ റീസൺ പറഞ്ഞേക്ക് നോക്കിയാൽ പെനട്രേഷൻ പ്രൈസിംഗ് ഹെൽപ്സ് ദ കമ്പനീസ് ടു എൻറ്റർ ദ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആൻഡ് ബിൽഡ് ദ മാർക്കറ്റ് ഷെയർ ബൈ അട്രാക്ടിങ് ദ പ്രൈസ് സെൻസിറ്റിവിറ്റി കസ്റ്റമേഴ്സ്. റീസൺ എന്താണ്? കറക്റ്റ് ആണ്. അസേർഷൻ എന്താണ്? wrong ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാ വരുന്നത്? എ എന്താണ്? എ ഈസ് ഇൻകറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൃത്യമായിട്ട് അതിന്റെ മീനിങ് അറിയാവുന്ന ആളുകൾക്ക് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും അല്ലെ? ആൻസർ എന്താണ്? ഡി ആണ് വരുന്നത്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ എന്താണ്? ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് എന്താണ്? പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആയിട്ട് ലോ പ്രൈസ് ചാർജ് ചെയ്ത് ഗ്രാജുവലി എന്ത് ചെയ്യുന്നതാണ്? കൂട്ടുന്നതാണ്. പക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നത് എന്താണ്? ഇനീഷ്യൽ ആയിട്ട് ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നതാണ്. അപ്പൊ അത് തെറ്റാണ്. അതുപോലെ തന്നെ എന്താണ് റീസൺ എന്താണ് പറഞ്ഞത്? പെനട്രേഷൻ പ്രൈസിംഗ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ലോ പ്രൈസ് ചാർജ് ചെയ്യുന്നത്? മാർക്കറ്റ് ഒക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി, മാർക്കറ്റ് ഷെയർ ഒക്കെ അച്ചീവ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ്. അപ്പം അത് കറക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് ആൻഡ് സ്കിമ്മിംഗ് പ്രൈസിംഗ്? ബ്രേക്ക് ഇവൻ പ്രൈസിംഗും സ്കിമ്മിംഗ് പ്രൈസിംഗും തമ്മിലുള്ള കീ ഡിഫറൻസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആണ്. ഇപ്പൊ എല്ലാം സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആണ് ക്വസ്റ്റ്യനുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പഠിച്ചോണം. ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് aims to cover only the cost of production. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ് ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് കവർ ചെയ്യുന്നത്. വൈൽ സ്കിമ്മിംഗ് പ്രൈസിംഗ് സെറ്റ് എ ഹൈ പ്രൈസ് ടു റിക്കവർ ദ കോസ്റ്റ് ക്വിക്ക്ലി ആൻഡ് മിനിമൈസ് ദ പ്രോഫിറ്റ് ഫ്രം ദ ഏർലി അഡോപ്റ്റേഴ്സ്. അതായത് എന്താണ്? സ്കിമ്മിംഗ് പ്രൈസിംഗ് എന്താണ്? സെറ്റ് ചെയ്യുന്നത് ഹൈ പ്രൈസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ കോസ്റ്റ് വളരെ ക്വിക്ക് ആയിട്ട് അവർ എന്ത് ചെയ്യും? റിട്രീവ് ചെയ്ത് എടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ബി ആയിട്ട് പറഞ്ഞേക്കുന്നത് ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് ഈസ് യൂസ്ഡ് ഫോർ ലക്ഷറി പ്രൊഡക്റ്റ്. ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ലക്ഷറി പ്രൊഡക്റ്റിലാണ്. അതുപോലെ തന്നെ സ്കിമ്മിംഗ് പ്രൈസിംഗ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? സ്കിമ്മിംഗ് പ്രൈസിംഗ് യൂസ്ഡ് ഫോർ കമ്മോഡിറ്റീസിലാണ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. സി നോക്കിയേ. സി എന്താ പറഞ്ഞേക്കുന്നത്? ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് സെറ്റ് എ ഹൈ പ്രൈസ് സെറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദ മാർക്കറ്റ് കോമ്പറ്റീറ്റേഴ്സിനെക്കാളും ഹയർ ആയിട്ടുള്ള അല്ലെ മാർക്കറ്റ് കോമ്പറ്റീഷനെക്കാളും ഹയർ ആയിട്ടുള്ള പ്രൈസ് ആണ് ഏതില്? ബ്രേക്ക് ഇവൻ പ്രൈസിൽ സെറ്റ് ചെയ്യുന്നത്. വൈൽ സ്കിമ്മിംഗ് പ്രൈസിംഗ് സെറ്റ് ദ ലോവർ പ്രൈസ് ആണ് സ്കിമ്മിംഗ് പ്രൈസിംഗിൽ സെറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്താണ്? ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ പെർസെപ്ഷൻ. കസ്റ്റമറുടെ പെർസെപ്ഷനിലാണ് ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് വരുന്നത്. വൈൽ ദ സ്കിമ്മിംഗ് പ്രൈസിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്റ്റ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതാ ആൻസർ? നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രൈസിങ്ങിനെ പറ്റി മനസ്സിലാക്കിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഏതാണ് ആൻസർ? ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ അല്ലേ? അതായത് എന്താണ്? ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് കവർ ചെയ്യുന്നത്? പ്രോഫിറ്റ് അവർക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ് അവിടെ. അതായത് എത്രയാണോ കോസ്റ്റ് ആയത് ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ് ഏതിൽ കവർ ചെയ്യുന്നത്? ബ്രേക്ക് ഇവൻ പ്രൈസിൽ കവർ ചെയ്യുന്നത്. സ്കിമ്മിംഗ് പ്രൈസിംഗ് ആദ്യം തന്നെ ഒരു ഹയർ ആയിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവർ ആദ്യം തന്നെ എന്ത് ചെയ്യും? റിട്രീവ് ചെയ്തെടുക്കും. അതിനുശേഷം പയ്യെ അവർ എന്ത് ചെയ്യും? പ്രൈസ് കുറച്ച് വരും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഒരു ഏരിയ പഠിച്ചതിന് ശേഷം അതിന്റെ MCQs കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തെറ്റിപ്പോയ ഏരിയ ഏതാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് കൂടുതൽ സമയമെടുത്ത് വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എക്സാം തന്നെയാണ് ഏതെന്ന് പറയുന്നത്? UGC നെറ്റ് കൊമേഴ്സ് എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ക്ലാസിന്റെ കാര്യം മറക്കണ്ട. നമ്മളുടെ ബാച്ച് ഉണ്ട്, 90 ഡേയ്സ് ബാച്ച് വരുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഞാൻ ഉണ്ടാകും നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് ഈ ഒരു എക്സാം
നേടിയെടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പേഴ്സ് ആകുക. അതുപോലെ തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ട് എങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മളുമായി ബന്ധപ്പെടുക. താങ്ക്